അപൂർവ ജനിതക രോഗം ബാധിച്ച 18 വയസ്സുകാരനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. വയനാട് പുൽപ്പള്ളി ചെറ്റപ്പാലം കണ്ടംകുരത്ത് വീട്ടിൽ സുമേഷിന്റെയും പ്രസന്നയുടെയും മകൻ അശ്വിനാണ് ജനറ്റിക് ഡിസ്റ്റോണിയ എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. അടിയന്തര ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപ കൂടി ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. അശ്വിനൊപ്പം അഭിരാം കൂട്ടിനുണ്ട്. ഒരുമിച്ച് പഠനം തുടങ്ങിയവരാണ്. ബാംഗ്ലൂരുവിൽ ഉന്നത പഠനത്തിന് അവസരമുണ്ടായിട്ടും കൂട്ടുകാരനെ കൈവിടാൻ ഒരുക്കമല്ല അഭിരാം. നാട്ടിൽ കാറ്ററിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്ത് അശ്വിന്റെ ചികിത്സയ്ക്കായി പണം സ്വരുക്കൂട്ടുകയാണ്. ഇപ്പോഴാണ് സ്കാൻ ചെയ്യാൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് റെഡിയാവും എന്നുള്ളത്, ചികിത്സിച്ചാൽ റെഡിയാവും എന്നുള്ളത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നത്. ക്ലാസ് തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് കണ്ടെത്താമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പം ചികിത്സയ്ക്കുള്ള പൈസ റെഡിയാക്കിയിട്ട് വേണം പോകാമെന്ന് ഓർക്കുക. പുൽപ്പള്ളി സ്വദേശിയായ അശ്വിന്റെ പ്രായം 18 വയസ്സാണ്. 6 വയസ്സ് മുതൽ ശരീരം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. കാലക്രമേണ കൈകാലുകളെയും സംസാരശേഷിയെയും ബാധിച്ചു. 6 മാസം മുമ്പാണ് ഇത് അപൂർവ ജനിതക രോഗമെന്ന് തിരിച്ചറിഞ്ഞത്. കുറേ ഹോസ്പിറ്റലിൽ ഒരുപാട് ആശുപത്രികൾ പോയായിരുന്നു. അപ്പോൾ അന്ന് ഇതെന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇവൻ്റെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് ജനറ്റിക് ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് ഒരു DBS എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പരിഹാരമുള്ളതെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇതിന്ന് മാറ്റം വരുവാണെങ്കിൽ ഈ സർജറിയിലൂടെ ഞങ്ങൾക്ക് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ള ഒരവസ്ഥയിലേക്ക് വരാൻ എല്ലാവരുടെയും ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. അശ്വിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ശസ്ത്രക്രിയ മാത്രമാണ് പോംവഴി. 20 ലക്ഷം രൂപ ചിലവുണ്ട്. ടിപ്പർ ലോറി ഡ്രൈവറായ അച്ഛൻ സുമേഷിന് താങ്ങാവുന്നതിന്റെ അപ്പുറത്താണ് ഈ തുക. നാട്ടുകാർ ഒത്തുപിടിച്ച് 9 ലക്ഷം രൂപ ഇതുവരെ സമാഹരിച്ചു. ഇനി വേണ്ടത് 11 ലക്ഷം. കരുതലുള്ള മനുഷ്യരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അശ്വിന്റെ കുടുംബവും ചികിത്സാ സഹായ സമിതിയും. ഒക്ടോബർ 15-നാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളത്. സഹായിക്കണം, കരുതലുണ്ടാകണം. 24 വയനാട്.